കഴിയുന്നത്രയും പേർക്ക് അവരുടെ വീഡിയോ ഓൺ ചെയ്ത ദിവസത്തിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസനെ പ്രാർത്ഥന പുരസ്സരം ക്ഷണിച്ചുകൊണ്ടിട്ട് വാക്കുകൾ നിർത്തുന്നു. ഓവർ ടു പാസ്റ്റർ റെജിമോൻ പ്രാർത്ഥി. പാസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിനു ശേഷം വീണ്ടും ശ്രമിക്കുക. आप जिस व्यक्ति को कॉल कर रही हैं वह उत्तर नहीं दे रही है. कृपया कुछ समय पश्चात प्रयास करें. The person you പാസ്റ്റർ വീഡിയോ കട്ടായി പോയതാണ്. ഓക്കെ ഓക്കെ. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമുള്ള നാമം കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. ഏതോ നെറ്റ് ഇഷ്യൂ ആണ്. ഹി വിൽ ബി റീജോയിൻ. കർത്താവ് സഹായിക്കട്ടെ. നമുക്കൊരു വാക്കൂടെ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ ഞായറാഴ്ച രാവിലെ ഞങ്ങൾക്ക് അവിടുത്തെ പാദപീഠത്തേക്ക് അണയുവാൻ രാവിലെ തന്നെ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. ഇന്നത്തെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി തന്നു. തിരുനാമം ഞങ്ങളുടെ മഹത്വപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ വ്യാപ്തിക്കായി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഞങ്ങളെ അതിടങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിക്കണമേ. ആമേ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അവിടുത്തെ വിളിയും തിരഞ്ഞെടുപ്പിനുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. അവരുടെ കർത്താവ് ജീവിതത്തിൽ പനിയാൽ രോഗങ്ങളാലൊക്കെ ഭാരപ്പെടുന്നുവെങ്കിൽ പ്രത്യേക പ്രാർത്ഥന ആവശ്യം അമ്മേൻ പങ്കുവച്ചിട്ടുള്ള അമ്മേ പ്രിയ സഹോദരി ലക്ഷ്മി ആന്റിക്കായി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി വളരെ ഭാരപ്പെടുന്നു കേട്ടല്ലോ. നിങ്ങളുടെ ദാസി പൂർണ്ണമായി സൗഖ്യമാക്കണമേ കർത്താവെ. ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ, ന്യൂ ഇയർ ദിനങ്ങളിൽ അനേക പ്രിയപ്പെട്ട ദൈവസഭകൾ, ദൈവദാസന്മാർ മുറ്റത്ത് കൺവെൻഷനുകളും വ്യത്യസ്ത സുവിശേഷീകരണ പ്രവർത്തനങ്ങളും ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. അങ്ങയുടെ ദാസിദാസന്മാർ അതിനായി സഹായിക്കണം. തുടർന്ന് കർത്താവിന്റെ യാതൊരു ഇഷ്യൂമുണ്ടാകാതെ
നിങ്ങളുടെ ദാസന് ശക്തിയോടെ കർത്താവിന്റെ വഴി സൂക്ഷിപ്പാൻ അവിടുന്ന് സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ വൻകരകളിൽ വിശുദ്ധന്മാർ കർത്താവിനെ ആരാധിക്കുന്ന ഈ പകലിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നൽകുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് ധ്യാനിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 12-13 വാക്യങ്ങൾ. നമുക്ക് പ്രാർത്ഥനയുടെ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. സ്തോത്രം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും നൽകിത്തരും. സ്തോത്രം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം ഒരു വലിയ മുന്നറിയിപ്പാണ് പൗലോസ് ഈ 12-13 വാക്യങ്ങളിലൂടെ നമുക്ക് നൽകിത്തരുന്നത്. സ്തോത്രം. ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകിത്തരാൻ പൗലോസ്ലീഹ നടത്തിയ ഒരു തയ്യാറെടുപ്പ് ഈ 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ ഇസ്രായേലിൻ്റെ ജീവിത ചരിത്രം നന്നായി വിവരിച്ചിട്ട് പൗലോസ് 11-ാം വാക്യത്തിൽ വന്നപ്പോൾ പറയുന്നത്, ഇത് നമ്മുടെ ബുദ്ധിയുപദേശത്തിനായി നമുക്ക് ദൃഷ്ടാന്തമായി ഒക്കെ എഴുതിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ജനതയുടെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പുതിയ നിയമത്തിൽ നമ്മോട് പറയുന്നു, ഇത് നിങ്ങളുടെ ബുദ്ധിയുപദേശത്തിനാണ്, ഇത് നിങ്ങളുടെ ദൃഷ്ടാന്തത്തിനാണെന്ന് പറഞ്ഞ് പൗലോസ് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. പൗലോസിൻ്റെ ഈ മുന്നറിയിപ്പ് ആദ്യമായിട്ടൊന്നുമല്ല, മറ്റ് ലേഖനങ്ങളിലും റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യത്തിലൊക്കെ പൗലോസ് ഇതുപോലുള്ള ചില മുന്നറിയിപ്പുകൾ നൽകിത്തരുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പാണ്. സ്തോത്രം. കൂടാതെ നമ്മൾ ഈ ഭാഗം വായിച്ചാൽ ഈ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ 5 വാക്യങ്ങൾക്കകത്ത് അവരെല്ലാവരും എല്ലാവരും എല്ലാവരും എന്നുള്ള ഈ പ്രയോഗം ആവർത്തിച്ച് എടുത്തു പറയുന്നു. സ്തോത്രം. അവരെല്ലാവരും അനേക ആത്മീക നന്മകൾ അനുഭവിച്ചു. അവരെല്ലാവരും ഒരേ അതേ ആത്മീക ആഹാരം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. സ്തോത്രം. ഒരേ ആത്മീക പാറയിൽ നിന്ന് അവർ കുടിച്ചു. ഇങ്ങനെ വ്യത്യസ്തകരമായൊരു 5 പ്രാവശ്യം എല്ലാവരും എന്നുള്ള പ്രയോഗം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവാത്മാവ് എടുത്തെഴുതിയിട്ടുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇവർ ഒരുമിച്ചാണ് ഈ ആത്മീക നന്മകൾ ഇവരെല്ലാവരും കൂടെയാണ് അനുഭവിക്കുന്നത്. സ്തോത്രം.
എന്നിട്ട് 5-ാം വാക്യത്തിൽ വന്നപ്പോൾ പൗലോസ് പറഞ്ഞു, ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ഇവരിൽ മിക്കവരിലും യഹോവ പ്രസാദിച്ചില്ല. സ്തോത്രം. നോക്കുക, അവിടെയും ഒരു കനത്ത മുന്നറിയിപ്പ് പൗലോസ് നൽകി തരികയാണ്. സ്തോത്രം. അപ്പോൾ ഇവരുടെ ജീവിതത്തിലെ, ഇസ്രായേലിന്റെ ജീവിതത്തിലെ ആത്മീക പരാജയം, സ്തോത്രം, ആദ്യത്തെ 10 വാക്യങ്ങളിൽ പറഞ്ഞിട്ട്, സ്തോത്രം, ഒരു കനത്ത മുന്നറിയിപ്പ് പൗലോസ്ലിഹ 12-ാമത്തെയും 13-ാമത്തെയും വാക്യത്തിൽ വന്നപ്പോൾ പറയുകയാണ്. സ്തോത്രം. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. സ്തോത്രം. എന്ന് മാത്രമല്ല, ഇതൊരു ചെറിയ വാക്യമായി നമുക്ക് തോന്നുന്നു. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. സ്തോത്രം. നമ്മുടെ ചുറ്റും ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ പലരും അന്യരാകുമ്പോൾ, സ്തോത്രം, പലരുടെയും വീഴ്ചയുടെ ശബ്ദങ്ങൾ, ആത്മീക പരാജയത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, അതുകൊണ്ട് അവർ വീണുപോയി എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പരിഹസിക്കാനല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. സ്തോത്രം. ഇവിടെ ഈ വാക്യം, ഈ 12-ാം വാക്യം ചെറുതാണെങ്കിലും ഇതൊരു വലിയ മുന്നറിയിപ്പാണ് ദൈവാത്മാവ് നൽകി തരുന്നത്. സ്തോത്രം. വാസ്തവത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ നിൽപ്പും വീഴ്ചയും തമ്മിൽ എന്ത് ദൂരമാണുള്ളത്. സ്തോത്രം. ഈ നിൽപ്പും വീഴ്ചയും തമ്മിൽ എത്ര അടി അകലമാണ് ഉള്ളത്. സ്തോത്രം. ഇംഗ്ലീഷില് ഒരു ചൊല്ല് പൊതുവെ പറയപ്പെടുന്നുണ്ട്. സ്തോത്രം. നിൽപ്പ് എന്ന് പറഞ്ഞാൽ വീഴ്ചയിൽ നിന്ന് ഒരടി മാത്രം അകലത്തിലാണെന്നാണ് ഇംഗ്ലീഷുകാരുടെ ഇടയിലെ ഒരു ചൊല്ല്. സ്തോത്രം. നിൽപ്പ് എന്ന് പറഞ്ഞാൽ വീഴ്ചയിൽ നിന്ന് ഒരടി മാത്രം അകലത്തിലാണ്. സ്തോത്രം. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, സ്തോത്രം, ഒരു ചുവട് അത് അകലത്തിൽ വീഴുവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് പൗലോസ് പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് പൗലോസ് പറയുന്നു. സ്തോത്രം. ഈ മുന്നറിയിപ്പ് പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് കൊടുക്കുമ്പോൾ ന്യായമായും കൊരിന്ത്യയിലെ വിശ്വാസികളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉദിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ചോദ്യം മറ്റൊന്നുമല്ല, ഇത്ര ദുഷ്കരമാണ് ഈ ആത്മീക ജീവിതമെങ്കിൽ, സ്തോത്രം, ഈ ആത്മീക ജീവിതം ആർക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്ന ഒരു ചോദ്യം കൊരിന്ത്യയിലെ വിശ്വാസികളുടെ മനസ്സിൽ പൗലോസ് ഈ മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്തോത്രം. അതിനുള്ള മറുപടിയാണ് പൗലോസ് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഈ ദുഷ്കരമായ, ഇത്ര ദുഷ്കരമാണെങ്കിൽ ഈ ആത്മീക ജീവിതം ആർക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ മറുപടിയാണ് 13-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും നൽകിത്തരും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ വാക്യം, 13-ാം വാക്യം, ഒരു ബുദ്ധിപദേശവും ദൃഷ്ടാന്തവും 12-ാം വാക്യത്തിലെ ആ ഒരു കനത്ത മുന്നറിയിപ്പൊക്കെ കൊടുക്കുമ്പം ഒരു ഉത്ഭയമൊക്കെ ഈ വിശ്വാസികൾക്കുണ്ടായാൽ 13-ാം വാക്യത്തിൽ, സ്തോത്രം, പൗലോസ് ഒരു ആശ്വാസവും ഒരു വലിയ പ്രോമിസസും ഒക്കെയാണ് നൽകി തരുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ 13-ാം വാക്യത്തിലെ നാം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പദം, സ്തോത്രം, പരീക്ഷ എന്ന പദമാണ്. നിങ്ങൾ ഈ 13-ാമത്തെ വാക്യത്തിൽ ഈ പദം 3 പ്രാവശ്യം പരിശുദ്ധാത്മാവ് എടുത്തു പറയുന്നതായി
കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരല്പനിമിഷത്തെ ഈ ദൈവവചന ധ്യാനത്തിൽ പരീക്ഷ എന്ന പദത്തെക്കുറിച്ചുള്ള ഗൗരവമേറിയ 4 സത്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. സ്തോത്രം. ഈ 4 സത്യങ്ങൾ നിശ്ചയമായും ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരു ആത്മീക പുതുജീവൻ നൽകിത്തരുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ഈ പരീക്ഷ എന്ന വാക്കിന് 2 വ്യത്യസ്ത അർത്ഥങ്ങളാണ് ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. പരീക്ഷ എന്ന വാക്കിന് 2 വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. ആദ്യത്തെ അർത്ഥം ടെംപ്റ്റേഷൻ എന്ന ഒരർത്ഥമാണ്. പ്രലോഭനം എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. ടെംപ്റ്റേഷൻ എന്ന അർത്ഥമാണ്, പ്രലോഭനം. രണ്ടാമത്തെ അർത്ഥം സ്തോത്രം പരിശോധന എന്ന അർത്ഥമാണ്. ട്രയൽസ്, പരിശോധന, ട്രയൽസ് എന്ന അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. പ്രലോഭനം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള പ്രേരണ. സ്തോത്രം. അതിലേക്ക്, പാപത്തിലേക്കുള്ള സ്വാധീനിക്കൽ എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. സ്തോത്രം. എന്നാൽ പരിശോധന എന്ന് പറഞ്ഞാൽ സ്തോത്രം അത് വിശ്വാസത്തിൻ്റെ പരിശോധനയെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് യാക്കോബിൻ്റെ ലേഖനം, അത് നാം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിലൊക്കെ ഇത് വ്യാപകമായി, പ്രത്യേകിച്ച് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ മുഴുവൻ ഈ വിഷയമാണ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ പരിശോധനയെ കുറിച്ചാണ്, ഈ ട്രയൽസിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഈ 13-ാമത്തെ വാക്യത്തിൽ കൊരിന്ത്യ വിശ്വാസികളോട് പൗലോസ് പറയുന്നതും വിശ്വാസത്തിൻ്റെ പരിശോധനയെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അവരോട് സംസാരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പരിശോധനയെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ നോക്കാൻ പോകുന്ന പരീക്ഷ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 4 ആത്മീക സത്യങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധനയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം. ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ സ്തോത്രം, ഈ പ്രലോഭനം എന്ന ടെംപ്റ്റേഷൻ എന്ന വാക്കാണെങ്കിലും ട്രയൽസ് എന്ന വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന വാക്കാണ്. ഇതിന് രണ്ടിനും മലയാളത്തിൽ ഒറ്റ പദമേ ഉള്ളൂ, പരീക്ഷ എന്നുള്ള പദം. സ്തോത്രം. മലയാളത്തിൽ പരിമിതിയുണ്ട്. ഇംഗ്ലീഷിൽ ഇത് രണ്ടും വ്യത്യസ്തകരമായ 2 പദങ്ങളായിട്ട് വേർതിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഇനി നമുക്ക് നോക്കാം എന്താണ് പരിശോധന. അതിനൊരു ഡെഫിനിഷൻ അത്യാവശ്യമാണ്. എന്താണ് പരിശോധന എന്ന് പറഞ്ഞാൽ? സ്തോത്രം. നാം എല്ലാവരും വിശ്വാസികളാണ്. സ്തോത്രം. എന്നാൽ വിശ്വാസത്തിന് തന്നെ 2 തലങ്ങളുണ്ടെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിന് 2 തലങ്ങളുണ്ട്. സ്തോത്രം. ഒന്നാമത്തെ വിശ്വാസം സേവിങ് ഫെയ്ത്ത് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന വിശ്വാസം. സ്തോത്രം. രണ്ടാമത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്ന വിശ്വാസം. സ്തോത്രം. സസ്റ്റൈനിങ് ഫെയ്ത്ത് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സസ്റ്റൈനിങ് ഫെയ്ത്ത്. സ്തോത്രം. നോക്കുക, രക്ഷിക്കുന്ന വിശ്വാസവുമുണ്ട്, നമ്മെ നിലനിർത്തുന്ന വിശ്വാസവുമുണ്ട്. സ്തോത്രം. നോക്കുക, ഒരു പാപി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവമക്കളാകുന്നു എന്നുള്ളതാണ് രക്ഷിക്കുന്ന വിശ്വാസം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അത്. സ്തോത്രം. എന്നാൽ രക്ഷിക്കപ്പെടുന്ന ഓരോ വിശ്വാസിയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആ ജീവിതത്തെയാണ്, അല്ലെങ്കിൽ ആ ആശ്രയത്തെയാണ് നിലനിർത്തുന്ന വിശ്വാസമെന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോൾ രക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഞാനും നിങ്ങളും എല്ലാവരും തുല്യരാണ്. സേവിങ് ഫെയ്ത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്. സ്തോത്രം. എന്നാൽ നിലനിർത്തുന്ന വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും തുല്യരല്ല. അതിന് വ്യത്യസ്ത അളവുകളാണ് ഓരോ ആളുകൾക്കും ഉള്ളത്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് സ്തോത്രം മനസ്സിലാക്കാം. സുവിശേഷങ്ങളിൽ പോലും ഈ നിലനിർത്തുന്ന വിശ്വാസത്തിന്റെ കാര്യത്തിൽ എല്ലാവരും വ്യത്യസ്തരാണ് എന്നുള്ളത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പോലും വിളിച്ചത്
അല്പവിശ്വാസികളെ എന്നാണ് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിനകത്ത് എന്തുണ്ടായിരുന്നു? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. ഈ സൂമിൻഡോസിലുള്ള എല്ലാവർക്കും ഈ സബ്സ്റ്റൈനിങ് ഫെയ്ത്ത് നിലനിർത്തുന്ന വിശ്വാസം ഒരുപോലെയല്ല. രക്ഷിക്കുന്ന വിശ്വാസം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് വ്യത്യസ്ത അളവുകളിലായതുകൊണ്ടാണ് അത് നിലനിർത്തുന്ന വിശ്വാസം വ്യത്യസ്ത മെഷർമെന്റുകളിലാണ് എന്ന് പറയാൻ ഉള്ള പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. മറ്റൊരു സന്ദർഭത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞ ഒരു പദമുണ്ട്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. കണ്ടോ? അപ്പം ശിഷ്യന്മാരെ അല്പവിശ്വാസികൾ എന്ന് വിളിച്ചിട്ട് ഇവിടെ പറയുന്നു ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. വേറെ സന്ദർഭത്തിൽ കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. സ്തോത്രം. നോക്കിയേ, വ്യത്യസ്ത അളവുകളിലാണ് കർത്താവ് വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. സ്തോത്രം. ഇതെല്ലാം നിലനിർത്തുന്ന വിശ്വാസത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. സ്തോത്രം. നമ്മുടെ ഈ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത്. സ്തോത്രം. എന്തിനാണ് ഈ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്നത്? എന്തിനാണ് ഈ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്നത്? സിമ്പിളായി പറയാം. സ്തോത്രം. വിശ്വാസത്തിൽ നാം വളരുവാൻ വേണ്ടി, വിശ്വാസത്തിൽ നാം ശക്തിപ്പെടാൻ വേണ്ടിയാണ്. സ്തോത്രം. ഒരാളുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി, ഒരാളുടെ ആത്മീക ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, ഒരാളുടെ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് വിശ്വാസത്തിന്റെ പരിശോധന. നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ പരിശോധന ഇല്ലെങ്കിൽ നിങ്ങൾ ആത്മീകമായി വളരത്തില്ല. വിശ്വാസത്തിന്റെ പരിശോധന ഇല്ലെങ്കിൽ നിങ്ങൾ ആത്മീകപരമായി ശക്തിപ്പെടുകയില്ല. വിശ്വാസത്തിന്റെ പരിശോധന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസത്തിൽ വർധനവുണ്ടാകത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയം നിന്റെ ജീവിതത്തിനകത്തേക്ക് അത് ചില പരിശോധനകളെ, ചില പ്രതികൂല സാഹചര്യങ്ങളെ കയറി വരാൻ ദൈവം അനുവദിക്കുന്നതിന്റെ പുറകിലെ ദൈവീക ഛേദോവികാരം എന്ന് പറയുന്നത് 2024 2025 നിന്റെ വിശ്വാസത്തിന്റെ വർധനവ് വെളിപ്പെട്ടു വരണം. നീ ആത്മീകപരമായി ശക്തിപ്പെടണം, ആത്മീകപരമായി ശുദ്ധീകരിക്കപ്പെടണം, ആത്മീകപരമായി ഒരു വലിയ വളർച്ചയിലേക്ക് നാം വരണം എന്നതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ദൈവം അനുവദിക്കുന്ന വിവിധ പ്രതികൂലങ്ങളെ ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്ന പേരാണ് വിശ്വാസത്തിന്റെ പരിശോധന. ഇന്ന് രാവിലെ സമയം ദൈവം നമ്മെ ശക്തിപ്പെടുത്താൻ എന്തെല്ലാം പ്രോസസ്സുകളാ ചെയ്യുന്നത് നിങ്ങളൊന്ന് ഓർമ്മ വയ്ക്കുക. സ്തോത്രം. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള കൺസേൺ എത്ര വലുതാണെന്നുള്ളത് ഇന്ന് രാവിലെ ഓർത്ത് കർത്താവിന് മഹത്വം കൊടുക്കാൻ മറക്കരുത്. സ്തോത്രം. ഇവിടെ പരിശോധനകൾ എന്ന ബഹുവചന പ്രയോഗമാണ് സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. പരിശോധനകൾ എന്ന ബഹുജന പ്രയോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, സ്തോത്രം, പരിശോധനകൾ വരുന്നത് പല രീതിയിലായതുകൊണ്ടാണ് ഇതിനെ പരിശോധനകൾ എന്ന ഒരു ബഹുവചന പ്രയോഗത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ പരിശോധനകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ അല്ല വരുന്നത്, വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പല രീതിയിലൂടെയാണ് വരുന്നത്. ഈ പരിശോധനകൾക്ക് വേണ്ടി ദൈവം പല മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സ്തോത്രം. ആ പല മാർഗങ്ങളിൽ ഒന്നാമത്തെ മാർഗം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില കഷ്ടതകളാണ്. സ്തോത്രം. അപ്പോൾ പരിശോധനകളിൽ ഒന്നാമത്തേതിനെ നമുക്ക് വിളിക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില കഷ്ടതകൾ ആണ്. സ്തോത്രം. രണ്ടാമത്തേത് അത് പീഡകൾ എന്ന അർത്ഥത്തിൽ, സ്തോത്രം, നമുക്കതിനെ കാണാൻ കഴിയുന്നുണ്ട്. പീഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിശ്വാസി വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെയാണ് പീഡകൾ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഈ രണ്ട് നിലകളിലാണ് വിശ്വാസത്തിന്റെ പരിശോധന വരുന്നത്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് ഞാൻ വിളിച്ചു പറയാം. സ്തോത്രം. കഷ്ടത എന്ന അർത്ഥത്തിൽ, പീഡ എന്ന അർത്ഥത്തിൽ, അത് മൂന്നാമത് പ്രലോഭനം എന്ന അർത്ഥത്തിൽ. സ്തോത്രം.
ഇങ്ങനെ ഈ മാർഗങ്ങളിൽ കൂടെയൊക്കെയാണ് ദൈവം ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് നിന്നെ വിശ്വാസത്തിൽ വളർത്താൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താൻ, നിന്നെ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചില കഷ്ടതകളും അത് ചില പീഡകളും ചില പ്രലോഭനങ്ങളുമൊക്കെ കയറി വരാൻ അനുവദിക്കുമ്പോൾ അതിൻ്റെ പുറകിലെ ദൈവിക ഉദ്ദേശം അറിയാതെ നാം സകലവും സാത്താന്റെ പെടലിക്ക് വെച്ച് കെട്ടാതെ ഇന്ന് രാവിലെ സമയം ദൈവത്തോട് പറ, എന്നെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടത്തിവിടുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാൻ എത്ര പേർ ഇന്ന് രാവിലെ സമയം കഴിയുന്നുണ്ട്? അവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നിട്ട് ഈ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടത്തിവിടുമ്പോൾ തന്നെ ദൈവം നമുക്ക് ചില പ്രോമിസുകളും നൽകി തരുന്നുണ്ട്. സ്തോത്രം. നമ്മൾ അതിലേക്കാണ് ഇന്ന് രാവിലെ ഒന്ന് പ്രവേശിക്കുകയാണ്. സ്തോത്രം. 4 കാര്യങ്ങൾ ഈ പരീക്ഷകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ വിശ്വാസത്തിന്റെ പരിശോധനകളെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. സ്തോത്രം. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ട്രയൽ ആർ സംതിങ് കോമൺ എന്നുള്ളതാണ്. ട്രയൽ ആർ സംതിങ് കോമൺ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പരിശോധനകൾ സർവ സാധാരണമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ അത് ഇവ ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പരിശോധന ഇല്ലാതെ ഒരാൾക്കും ആത്മീക ജീവിതം പൂർത്തീകരിക്കാൻ പറ്റുകയില്ല. സ്തോത്രം. നമുക്കിഷ്ടം വിശ്വാസത്തിന്റെ പരിശോധന ഇല്ലാതൊക്കെ മുന്നോട്ട് പോകുന്നതാണെങ്കിലും ദൈവം നൽകുന്ന ഈ വിശ്വാസത്തിന്റെ പരിശോധന കൂടെ അല്ലാതെ ഒരാൾക്ക് നിത്യതയുടെ തുറമുഖത്തിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഒരു വിശ്വാസിക്ക്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയെ അല്ലെങ്കിൽ ഈ പരിശോധനകളെ ഏതാണ്ട് ഒരു അപൂർവ കാര്യമൊന്നും എന്ത് ചെയ്യണ്ട, ആരും ചിന്തിക്കണ്ട. പകരം ട്രയൽ ആർ സംതിങ് കോമൺ. ഇത് എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. ഈ സൂം വിൻഡോസിൽ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അതേ പരിശോധനകൾ ഉള്ളതാണ്. ഒന്നല്ലെങ്കിൽ വ്യത്യസ്തകരമായ രീതിയിലൂടെ ദൈവം നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നോക്കുക, ഉദാഹരണമായിട്ട് സ്തോത്രം, എന്താ പറയുന്നത്, ജലദോഷം, പനി, ഇങ്ങനെയൊക്കെയുള്ള ഈ രോഗങ്ങൾ സ്തോത്രം അത് കോമൺ ആണ്. അത് എല്ലാ ആളുകൾക്കും വരുന്ന ഒരു അസുഖമാണ്. അല്ലെങ്കിൽ ഒരു അതിനെ പൊതുവെ വിളിക്കുന്നത് കോമൺ കോൾഡ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അത് പൊതുവെ എല്ലാവർക്കും വരുന്നത് കൊണ്ടാണ് ഇതിനെ ഈ ജലദോഷത്തെയൊക്കെ ഈ കോമൺ കോൾഡ് എന്ന് സ്തോത്രം ഇംഗ്ലീഷുകാരൊക്കെ അങ്ങനെയാണ് ഇതിനെ വിളിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം പരീക്ഷകൾ അനുവദിക്കുമ്പോൾ, ദൈവം നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കായി വിവിധ മാർഗങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ അനുവദിക്കുമ്പോൾ, ഒരു വിശ്വാസി എന്ന രീതിയിൽ നാം എങ്ങനെയാണ് ഈ പരീക്ഷകളോട് അല്ലെങ്കിൽ പരിശോധനകളോട് നാം പ്രതികരിക്കേണ്ടത്? എന്തായിരിക്കും നമ്മളുടെ പ്രതികരണം? എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം? പൊതുവെ എങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാമോ? സ്തോത്രം. പല ആളുകളും പ്രതികരിക്കുന്ന കേട്ടിട്ടുണ്ട്, എനിക്ക് മാത്രം എന്താ ഇത് വരാൻ കാര്യം? സ്തോത്രം. ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ലല്ലോ. സ്തോത്രം. കഴിഞ്ഞിടെ ഒരു കുടുംബം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ കുടുംബം മാത്രമേ ഇങ്ങനെ നശിച്ച് കിടക്കുന്നതെന്ന്. സ്തോത്രം. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആളുകൾ ഈ 2024 പോലും ഈ പരിശോധനകളോടുള്ള നമ്മുടെ പ്രതികരണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് എൻ്റെ കൂടെ ഇറങ്ങിയവരെല്ലാം രക്ഷപ്പെട്ടു, ഞാൻ മാത്രമേ ഉള്ളൂ രക്ഷപ്പെടാതെ. ഇപ്പം രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങിയ മാർഗമായിട്ടാണ് പലരും കർത്താവിൻ്റെ വേലയെ കാണുന്നത്. സ്തോത്രം. നോക്കി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആളുകളുടെ പൊതുവെ ഈ ദൈവം ഈ പരിശോധനകൾ അയക്കുമ്പോൾ പരിശോധനയോടുള്ള നമ്മുടെ പ്രതികരണം ഇങ്ങനെ വെറും ബാലിശമായ കുറച്ച് പ്രതികരണങ്ങളാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് വളരെ ഗൗരവമായി മനസ്സിലാക്കുന്നത് നമ്മോട് ഇന്ന് രാവിലെ സമയം ഇടപെടുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, സ്തോത്രം, പരിശോധന നിങ്ങൾക്ക് മാത്രമല്ല, പരിശോധന കോമൺ ആണ്, എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ സ്തോത്രം പത്രോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പ്രിയമുള്ളവരെ,
നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. സ്തോത്രം. പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് സംഭവിച്ച കാര്യം, സ്തോത്രം, ഒരു അഗ്നിശോധനയാണെന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. സ്തോത്രം. അത് തീയിൽ ശോധന കഴിച്ച പൊന്നിനേക്കാൾ വിലയേറിയതാണ് നിങ്ങൾക്ക് സംഭവിച്ച വിശ്വാസത്തിന്റെ പരിശോധന എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ അഗ്നിശോധന നിങ്ങൾക്ക് വരുമ്പോൾ, ഈ വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങൾക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് അയ്യോ ഇത് ഞങ്ങൾക്ക് മാത്രം എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഓടി നടന്ന് പദം പറഞ്ഞുകൊണ്ട് നടക്കരുത്. എന്ന് പറഞ്ഞാൽ ഇതൊരു അപൂർവ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ അതിശയിക്കരുത്. കാരണം ഇതൊരു അപൂർവ കാര്യമല്ല. അത് ഈ ട്രയൽ ആർ സംതിങ് കോമൺ. ഇത് എല്ലാവർക്കും വരുന്ന കാര്യമാണ്. സ്തോത്രം. നിങ്ങൾ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ കിടക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ പുറത്തോട്ടിറങ്ങി നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു രീതിയിലുള്ള ട്രയലിലൂടെ പോകുമ്പോൾ മറ്റൊരു രീതിയിലുള്ള ട്രയൽ മറ്റൊരാൾ അനുഭവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തകരമായ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അത് വിശ്വാസത്തിന്റെ പരിശോധനയെ നോക്കിയിട്ട് ആത്മാവിൽ പ്രതികരിക്കണം. ഇത് എനിക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കും ഇതുണ്ട്. ഇതെന്നെ വളർത്തുവാൻ, ഇതെന്നെ ശക്തീകരിക്കുവാൻ, ഇതെന്നെ ശുദ്ധീകരിക്കുവാൻ, ഇതെന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ദൈവം തന്ന അത് കോമൺ ആയിട്ടുള്ള സർവ്വസാധാരണമായിട്ടുള്ളതാണ് ഈ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു ദൈവദാസൻ പ്രഭാഷണത്തിൽ മധ്യത്തിൽ വെച്ച് പറഞ്ഞ ഒരു ചെറിയ കഥ എന്നെ വളരെ ചിന്തിപ്പിച്ചത്. അദ്ദേഹം രസകരമായി പറഞ്ഞതാണ്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞത്, കാട്ടിലുള്ള മുയലുകളെല്ലാം കൂടെ, സ്തോത്രം സ്തോത്രം, കാട്ടിലുള്ള മുയലുകൾ എല്ലാം കൂടെ, സ്തോത്രം, ഒരു തീരുമാനമെടുത്തു. സ്തോത്രം. നാട്ടിലോട്ടും പോകാൻ പറ്റുകയില്ല, കാട്ടിലും പറ്റുകയില്ല. നാട്ടിലിറങ്ങിയ മനുഷ്യൻ പിടിച്ചു തിന്നും, കാട്ടിലാണ് മൃഗം പിടിച്ചു തിന്നും. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വംശത്തിന് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി ആരും നമ്മളെ പിടിച്ചു തിന്നാൻ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇടം വരുത്തുന്നില്ല. നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാന്ന് അവർ തീരുമാനമെടുത്തു. അങ്ങനെ ഈ മുയലുകളെല്ലാം കൂടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു നദിയിൽ ചാടി, ഒരു നദിക്കകത്തോട്ട് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തിട്ട് ആ നദിയുടെ കരയിൽ വന്ന് നിന്നിട്ട് ഈ മുയലുകളെല്ലാം കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവർ പ്രാർത്ഥിക്കുക. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ നദിയിലെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്ന ശബ്ദം കേട്ടു. സ്തോത്രം. ഉടനെ അവർ പ്രാർത്ഥന നിർത്തി. സ്തോത്രം. ഈ മുയലുകളുടെ നേതാവ് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ശബ്ദം കേട്ടോ? അപ്പോൾ മുയലുകൾ പറഞ്ഞു, എന്തോ ഒരു ശബ്ദം വെള്ളത്തിൽ വീഴുന്ന കേട്ടു. സ്തോത്രം. ഉടനെ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഒരു തവള പേടിച്ച് നദിക്കകത്ത് ചാടിയതാ. സ്തോത്രം. എന്നിട്ട് മുയലിന്റെ നേതാവ് പറഞ്ഞെന്നാ അദ്ദേഹം പറഞ്ഞത്. സ്തോത്രം. അപ്പൊ നമ്മുടെ ശബ്ദം കേട്ടാലും പേടിക്കുന്ന പലരും ഒക്കെ ഇവിടെ ഉണ്ട്. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ആദ്യം അവര് വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞ് അവർ ആ പ്ലാൻ ഉപേക്ഷിച്ചെന്നാ പറഞ്ഞ. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റും കാണുന്ന നിങ്ങളുടെ വീടിന്റെ നിരയെ തന്നെയുള്ള 10 വീടുകൾ നിങ്ങളത് പരിശോധിച്ചാൽ, അല്ല നിങ്ങൾ പല വിശ്വാസികളോട് നിങ്ങൾ ചോദിച്ചാൽ, സ്റ്റേജിൽ നിന്ന് തകർക്കുന്നവരാണെങ്കിലും പാടുന്നവരാണെങ്കിലും ഒക്കെ നോക്കിയാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു പരിശോധനയിലൂടെ ദൈവം കടത്തിവിടുകയാണ്. അതുകൊണ്ട് പരിശോധനകളുടെ മുമ്പിലുള്ള നമ്മുടെ റെസ്പോൺസ് അയ്യോ പൊത്തോന്ന് പറഞ്ഞ് നിലവിളിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ കുടുംബത്തിന് മാത്രം വന്നല്ലോ എന്നല്ല പറയേണ്ടത്. പിന്നെ എന്താണ് പറയേണ്ടത്? പരിശോധനകൾ സർവ്വസാധാരണമാണ്. അത് ട്രയൽ ഈസ് സംതിങ് കോമൺ എന്ന് പറയാൻ ദൈവാത്മാവ് ഓർപ്പിക്കുകയാ. സ്തോത്രം. എന്താണ് 34-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. നീതിമാന്റെ അനർത്ഥങ്ങൾ ചുരുക്കമാണെന്നല്ല എഴുതിയിരിക്കുന്നത്, പിന്നെ അസംഖ്യമാണ്. നീതിമാനാണോ? നീതീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അസംഖ്യമായ അനർത്ഥങ്ങളിലൂടെ പോയേ മതിയാവൂ. സ്തോത്രം. നോക്കുക, യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ അത് ആലങ്കാരിക ഭാഷയിൽ പരിശോധനകളെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. സ്തോത്രം. അത് 4 പ്രാവശ്യമാണ് അവിടെ പറയുന്നത്. പൊതുവെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണ് യെശയ്യാപ്രവചനം 43
3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവിടെ ആലങ്കാരിക ഭാഷയിലാണ് പരിശോധനയെ കുറിച്ച് പറയുന്നത്. എന്താ? നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ, ഇതൊരു പരിശോധനയെ കുറിച്ചുള്ള ആലങ്കാരിക ഭാഷയാണ്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ, നീ നദിയിൽ കൂടെ കിടക്കുമ്പോൾ, നീ തീയിൽ കൂടെ കിടക്കുമ്പോൾ, നീ അഗ്നിജ്വാലയിലൂടെ കിടക്കുമ്പോൾ. 4 പ്രാവശ്യം കടക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ. സ്തോത്രം. നോക്കിയേ, വെള്ളം എന്ന് പറഞ്ഞാൽ ചെറുതാണ്, എങ്ങനെങ്കിലുമൊക്കെ ചവിട്ടി കടക്കാന്ന് വെക്കാം, ചെറിയ പരിശോധനയാണ്. പക്ഷെ നദിയിലൂടെ കിടക്കുമ്പോൾ അത് ചെറിയ പരിശോധനയല്ല, കൂറ്റൻ നദിയാണ്, കടക്കാൻ ബുദ്ധിമുട്ടും, മുങ്ങിപ്പോയെന്ന് തോന്നും. സ്തോത്രം. നോക്കിയേ, തീയിൽ കൂടെ നടന്നാൽ, തീ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ ചവിട്ടിയൊക്കെ പോകാം എങ്ങനെയും. പക്ഷേ അഗ്നിജ്വാല എന്ന് പറഞ്ഞാൽ ചെറുതല്ല, അത് നിന്നെ തീർത്ത് കളയുന്നതാണ്. പക്ഷേ ഇതിനകത്തൂടെ 4 പ്രാവശ്യം ആലങ്കാരിക പ്രയോഗത്തിൽ അത് പ്രവാചകൻ പറയുമ്പോൾ പ്രവാചകൻ പറയുന്നു, ചെറിയ ശോധനയാണെങ്കിലും വലിയ ശോധനയാണെങ്കിലും നീ ഇതിനകത്തൂടെ കടന്നേ പറ്റുള്ളൂ. പക്ഷെ ഇതിനകത്തൂടെ കടക്കുമ്പോൾ ഇതൊന്നും നിന്നെ കവിയുകയില്ല, ഇതൊന്നും നിന്നെ ബന്ധു പോകത്തില്ല, ഇതൊന്നും നിന്നെ ദഹിപ്പിക്കത്തില്ല. കാരണം ഈ പരിശോധനകൾക്കകത്തും നിന്റെ കൂടെ ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. പരിശോധനയ്ക്കകത്തും നിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് രാവിലെ സമയം വിളിച്ചു പറ, പരിശോധന ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ തകർന്നു പോകാത്തത്, ഞാൻ വെന്തു പോകാത്തത്, ഞാൻ ദഹിക്കപ്പെട്ടു പോകാത്തത്, എൻ്റെ മീതെ ചിലത് കവിഞ്ഞു പോകാത്തതിന്റെ കാരണം അതിൻ്റെ കൂടെയും എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. മടങ്ങി വരട്ടെ. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പരിശോധനകൾ നോർമലാണ്, അതെല്ലാവർക്കും കോമൺ ആണ്. ഇനി 2-ാമത്തെ കാര്യത്തിലേക്ക് വരാം. സ്തോത്രം. 1-ാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിച്ച ട്രയൽ ഈസ് സംതിങ് കോമൺ. സ്തോത്രം. ഇനി 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, പരിശോധനകൾ ദൈവം അനുവദിക്കുന്നതാണ് എന്നുള്ളതാണ്. സ്തോത്രം. പരിശോധനകൾ ചുമ്മാ കയറി വരുന്നതല്ല. സ്തോത്രം. പരിശോധനകൾ ദൈവം അനുവദിക്കുന്നതാണ് എന്നാണ്. സ്തോത്രം. ഇവിടെ പരിശോധനയെ കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ, സ്തോത്രം, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പരിശോധനയെ കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദൈവം വിശ്വസ്തൻ. എന്തിനാ പൗലോസെ ഈ പരിശോധനയെ കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞത്? സ്തോത്രം. പരിശോധന നേരിടുമ്പോൾ ആദ്യം നമുക്ക് വരുന്ന ചിന്ത ഇതൊരു പോരാട്ടമാണെന്നോ, സ്തോത്രം, ഇതൊരു സാത്താന്റെ പരിപാടിയാണെന്നോ എന്നൊക്കെ നമുക്ക് ചിന്തയുണ്ടാകും. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചിന്ത വരുന്നത്. സ്തോത്രം. എന്നാൽ സ്തോത്രം, പരിശോധന ദൈവം അനുവദിക്കുന്നതായതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. സ്തോത്രം. അപ്പോൾ സാത്താനെ നാം കുറ്റം പറയേണ്ട കാര്യമില്ല. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബിന് പരിശോധന വന്നു. അത് സാത്താനാണ് കൊണ്ടുവന്നതെങ്കിൽ പോലും, സ്തോത്രം, ആ പരിശോധന വരാൻ സാത്താനെ പോലും ദൈവം അനുവദിച്ചിട്ടാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് പരീക്ഷയിലൂടെ കടന്നുപോയത്. സ്തോത്രം. സാത്താനെ ദൈവം ഒരു ഏജന്റായിട്ട് അവിടെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ദൈവമാണ് സകലത്തിന്റെയും പരമാധികാരി. സ്തോത്രം. ഇന്ന് രാവിലെ സമയം അത് ഉന്നതനും അതിൻ്റെ മീതെ അത്യുന്നതനും ജാഗരിക്കുമ്പോൾ, പരമാധികാരിയായ ഒരു ദൈവം നമ്മുടെ മീതെ നിൽക്കുമ്പോൾ, അവന്റെ അനുവാദമില്ലാതെ നിന്റെ കോമ്പൗണ്ടിനകത്ത് ഒരു ഇല പോലും അനങ്ങത്തില്ലെന്ന് അന്തരാത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കളുണ്ടെങ്കിൽ വിളിച്ചു പറ, എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടാണ് ഈ പരിശോധനകൾ വരുന്നത്. ആകയാൽ ദൈവം വിശ്വസ്തനെന്ന് ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം അത് 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇയ്യോബ് പറഞ്ഞത്, യഹോവ തന്നു, യഹോവ എടുത്തു. സ്തോത്രം. എടുത്തത് പിശാചാണ്. പക്ഷേ ഇയ്യോബ് പറയുന്നു, യഹോവയാണ് മക്കളെ തന്നത്, എടുത്തതും യഹോവയാണ്. കാരണം ഏത് വണ്ടി ആക്സിഡന്റ് ഉണ്ടായാലും ഏത് രീതിയിൽ തലമുറ പോയാലും സാത്താനാണ് എടുത്തെങ്കിൽ പോലും എൻ്റെ ദൈവം അനുവദിച്ചിട്ടാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് യഹോവ തന്നു, യഹോവ എടുത്തു എന്ന പദപ്രയോഗം. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതുകൊണ്ടാണ് പൗലോസ്ലീഹ
2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ സ്തോത്രം, ജഡത്തിൽ അത് തനിക്കൊരു ശൂലം തന്നിരിക്കുന്നു. സ്തോത്രം. ആരാ ജഡത്തിൽ ശൂലം തന്നത്? സാത്താനാണോ? അല്ല. പിന്നെ ആരാ തന്നത്? കർത്താവ് തനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുകയാ. എന്തിനാ തന്നത്? വെളിപ്പാടിനാൽ താൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. സ്തോത്രം. അതുകൊണ്ട് അത് നീങ്ങിപ്പോകാൻ അത് കൊടുത്ത കർത്താവിനോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിഗളിച്ചു പോകാതിരിപ്പാൻ. സ്തോത്രം. സാത്താന്റെ ഒരു ദൂതനെ കൊണ്ട് പൗലോസിനെ അത് ശൂലമായി അത് കുത്തിച്ചെങ്കിൽ, സ്തോത്രം, പൗലോസ് കർത്താവിനോട് 3 പ്രാവശ്യം ആ വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ കാരണം, എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരു ശൂലവും എനിക്ക് വരികയില്ല. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അബ്രഹാമിനെ ദൈവം പരിശോധിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അവിടെയും സ്തോത്രം, അബ്രഹാമിനെ പരിശോധിച്ചത് ദൈവമാണ്. അവിടെ 22-1 അത് വ്യക്തമായി പറയുന്നുണ്ട്, ദൈവമാണ് അബ്രഹാമിനെ പരിശോധിച്ചത്. അങ്ങനെയെങ്കിൽ പരിശോധനയെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. സ്തോത്രം. പരിശോധന എന്തിനാന്ന് ചോദിച്ചാൽ അത് നമ്മെ ആത്മീകമായി നിലനിർത്തുവാൻ വേണ്ടിയാണെങ്കിൽ, സ്തോത്രം, അത് നമുക്ക് ആത്മീകമായിട്ടുള്ള ചില എക്സസൈസുകൾ നൽകി തരുവാൻ വേണ്ടിയാണെങ്കിൽ, ആത്മീക വളർച്ചയ്ക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന പ്രോസസ്സാണ് പരിശോധനയെങ്കിൽ, ദൈവാത്മാവിനോട് പറയുന്നു, നമ്മൾ 2025 കയറാൻ പോവുകയാണ്. 2025 അധികം ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന്, നിങ്ങൾ ആത്മീകമായി ശക്തീകരിക്കപ്പെടേണ്ടതിന് നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ പരിശോധന കൂടിയേ മതിയാകൂ എന്ന് മാത്രമല്ല, ആ പരിശോധനയെ നോക്കി കൃപ പ്രാപിച്ച ദൈവജനം, എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല, കൃപ പ്രാപിച്ച ദൈവജനം വിളിച്ചു പറയും, ഈ പരിശോധന എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചതാണ്. സ്തോത്രം. ദൈവം അനുവദിച്ചതാണെങ്കിൽ അതിന്റെ പുറകിൽ ദൈവിക പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 3-ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വേഗം വരട്ടെ. 3-ാമത്തെ കാര്യം ഞാനതിനെ ഇങ്ങനെ വിളിക്കുന്നു, സ്തോത്രം, പരിശോധനകളെ ദൈവം നിയന്ത്രിക്കുന്നവനാണ്. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? അത് ദൈവം പരിശോധനകളെ നിയന്ത്രിക്കുന്നവനാണ്. അതാണ് ഈ 13-ാമത്തെ വാക്യത്തിൽ 1 കൊരിന്ത്യർ 10:13 ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? സ്തോത്രം. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. ഈ സ്റ്റേറ്റ്മെന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരിശോധനകളെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. കൃപ പ്രാപിച്ച ദൈവജനം സ്തോത്രം ചെയ്യാതിരിക്കരുത്. കാരണം അത് ഒരു ക്രമാതീതമായിട്ടുള്ള പരിശോധനകൾ അഴിച്ചുവിട്ട് നിന്നെ തകർക്കുക അല്ല ചെയ്യുന്നത്. പിന്നെ ദൈവം നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പരിശോധനകളെ കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഒരു തട്ടാൻ തീക്കകത്തേക്ക് പൊന്നിനെ ഇട്ടിട്ട് ആ തീ അത് ഊതി കത്തിക്കുകയും ആ തീ കൂടിയാൽ അത് കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, തട്ടാൻ അതിന് അത്യാവശ്യമുള്ള ആ പൊന്നിന് സഹിക്കാൻ പറ്റുന്ന തീ മാത്രം അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പരീക്ഷകളെയും എല്ലാ പരിശോധനകളെയും നിയന്ത്രിക്കാൻ കരുത്തനായൊരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അതുകൊണ്ടാണ് അവിടെ വ്യക്തമായി പറയുന്നത്, നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ അത് പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. സ്തോത്രം. ഒരു കാര്യം ഞാൻ ആ ഭാഗത്തുനിന്ന് പറഞ്ഞ് വേഗം ഓടിപ്പോകട്ടെ. സ്തോത്രം. പരീക്ഷ അനുവദിക്കുന്ന ദൈവം തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ പരിശോധനയെ, ആ പരീക്ഷയെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. പ്രിയരെ, നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇന്നത്തെ മീറ്റിങ്ങിന് കാണത്തില്ലായിരുന്നു, ശേഷിപ്പോലും ഉണ്ടാകത്തില്ലായിരുന്നു. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തം, ഗോഡ് കൺട്രോൾസ് അവർ ട്രയൽസ്. അവൻ നമ്മുടെ പരിശോധനകളെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പരിശോധനകൾക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, സ്തോത്രം, കടന്നു കളയുന്ന ദൈവമല്ല, പരിശോധനകളിൽ നമ്മെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. എങ്ങനെയാണ് ദൈവം ഈ പരിശോധനയെ നിയന്ത്രിക്കുന്നത്? 46-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. മനസ്സിലാകുന്നില്ലേ? അതേ
കഷ്ടങ്ങൾ വരുമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ അവൻ ഏറ്റവും അടുത്ത തുണയായി തൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അവൻ നമ്മുടെ ലൈഫിൽ വരുന്ന പരിശോധനകളെ നിയന്ത്രിക്കുന്നത്. സ്തോത്രം. ദാവീദ് പറഞ്ഞില്ലേ, കൂരിരുൾ താഴ്വരെ കൂടെ ഞാൻ പോകേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമല്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ. മനസ്സിലാകുന്നില്ലേ? ഒരു സാന്നിധ്യം കർത്താവ് നൽകിത്തരും. ജീവിതത്തിൽ ഏത് പരിശോധനയിലൂടെ പോകുമ്പോഴും ആ പരിശോധനയെ നിയന്ത്രിക്കാൻ തൻ്റെ പ്രസൻസ് പരിശോധനയ്ക്കകത്ത് നൽകിത്തരുന്ന ഒരു ദൈവത്തെയാണ് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്താണ്? എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്ത മഹാപുരോഹിതനല്ല നമ്മുടെ മഹാപുരോഹിതൻ. കാരണം പാവമൊഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യമായി എന്ത് ചെയ്തതാ? പരീക്ഷിക്കപ്പെട്ടതാണ്. സ്തോത്രം. ഈ ഭൂമിയിൽ കർത്താവ് വന്നപ്പോൾ കർത്താവും നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളിലൂടെ എല്ലാം കടന്നുപോയതാണ്. പാപമൊഴികെ സകലത്തിലും നമുക്ക് സമതുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ കഷ്ടതകളിൽ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനെ അല്ല നാം സേവിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ, സ്തോത്രം, അത് ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ, കെട്ടിടത്തിന് തറ കെട്ടുമ്പോൾ, ബേസ്മെന്റ് ഇടുമ്പോൾ, ആ കെട്ടിടം 2 നിലയ്ക്കുള്ള ഒരു ബേസ്മെന്റ് ആണ് ഇടുന്നതെന്ന് ഇരിക്കട്ടെ. സ്തോത്രം. അതിന് എഞ്ചിനീയർ ആകട്ടെ, കോൺട്രാക്ടർ ആകട്ടെ, 2 നിലയ്ക്കുള്ള ഒരു കെട്ടിടത്തിന്റെ ബേസ്മെന്റ് ആണ് ഇടുന്നത്. ആ ബേസ്മെന്റ് 2 നിലയ്ക്കുള്ള ബേസ്മെന്റ് ആണെങ്കിൽ അതിൽ 3-ാമതൊരു നില കൂടെ ഒരിക്കലും കോൺട്രാക്ട് പണിയത്തില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, 2 നിലയ്ക്കുള്ള ബേസ്മെന്റ് ഇട്ടിട്ടുള്ളൂ, 3-ാമത്തെ നിലയ്ക്കുള്ളത് കൂടെ അതിൽ ഇട്ടാൽ അതിന്റെ അടിസ്ഥാനം പൊളിഞ്ഞു പോകും. മനസ്സിലാകുന്ന ദൈവമക്കൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവം നിന്നെ ഡിസൈൻ ചെയ്ത ദൈവത്തിനറിയാം നിന്നിൽ എത്രമാത്രം പരിശോധനകൾ വരെ അനുവദിക്കാൻ പറ്റും. അതിൻ്റെ മീതെ അനുവദിച്ചാൽ നിന്റെ ബേസ്മെന്റ് പൊളിഞ്ഞു പോകുമെന്നും നിന്റെ അടിത്തറ പൊട്ടിപ്പോകുമെന്നും ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ കപ്പാസിറ്റി അറിയാവുന്ന, നിന്നെ ഡിസൈൻ ചെയ്ത ദൈവം നിനക്ക് വഹിക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത പരിശോധനകൾ നൽകത്തില്ല. അതുകൊണ്ട് കൃപ പ്രാപിച്ചവരോട് ദൈവാത്മാവ് പറയുന്നു, അതേ പരിശോധനകൾ എൻ്റെ ദൈവത്താൽ നിയന്ത്രിതമാണ്. ഈ രാവിലെ സമയം ഒരു വാക്തത്വമായ ദൂതനെ എടുത്തു. ലൈഫിലെ എല്ലാ പരിശോധനകളെയും എൻ്റെ ദൈവം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. 1, പരിശോധനകൾ സർവ്വസാധാരണമാണ്. 2, പരിശോധനകൾ ദൈവത്താൽ അനുവദിക്കപ്പെടുന്നതാണ്. 3, പരിശോധനകൾ ദൈവത്താൽ നിയന്ത്രിതമാണ്. 4-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. പരീക്ഷയോട് കൂടെ പോക്കുവഴിയും ഉണ്ടാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് 13-ാം വാക്യത്തിൽ അതിവ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. സ്തോത്രം. ഇതൊക്കെ വലിയൊരു വിഷയമാണ്. സ്തോത്രം. അതൊക്കെ ആ റെവലേഷൻ ഉള്ളവരോട് പറയാൻ പറ്റുന്ന സബ്ജക്റ്റാണ് ആ ഭാഗം. സ്തോത്രം. എന്താണ് അവിടെ പറയുന്നത്? പരിശോധന നീക്കിയിട്ട് പോക്കുവഴി ഉണ്ടാക്കുമെന്നല്ല പറഞ്ഞത്. ആണോ? സ്തോത്രം. പരിശോധനയോട് കൂടെ എന്നല്ല എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ പരീക്ഷയോട് കൂടെ എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലെ പരീക്ഷ നീക്കിയിട്ട് പോക്കുവഴി ഉണ്ടാക്കാമെന്നല്ല കർത്താവ് പറഞ്ഞത്. പിന്നെ എന്താ കർത്താവ് പറഞ്ഞത്? പരിശോധനയോട് കൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. ഇതിന് 2 ആശയങ്ങളാണ് ഈ വിഷയത്തെക്കുറിച്ച് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്. സ്തോത്രം. 1-ാമത്തെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ഈ പരിശോധന നമുക്ക് വരുമ്പോൾ ആ പരിശോധന സഹിപ്പാനുള്ള കൃപ നമുക്ക് നൽകിത്തരും. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? അത് പരിശോധനയോട് കൂടെ അല്ലെങ്കിൽ പരീക്ഷയോട് കൂടെ നീക്കുപോക്ക് എന്ന പദത്തിന് 2 ആശയങ്ങളാണ് കൊടുക്കുന്നത്. 1-ാമത്തെ ആശയം, പരിശോധന ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതിന് മുമ്പ് ആ പരിശോധന സഹിപ്പാനുള്ള കൃപ നിനക്ക് നൽകിത്തരും. മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ ആ പരിശോധനയ്ക്ക് വെളിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുകയല്ലേ, അയ്യോ എങ്ങനെ ഞാനതിനെ ഓവർകം ചെയ്തു, എങ്ങനെ ഞാൻ അതിനകത്ത് സഹിച്ചു, എങ്ങനെ ഞാൻ പുറത്തു വന്നു. എന്താ അതിന്റെ കാര്യം? അയ്യോ നിന്റെ മനസ്സിന്റെ ബലം കൊണ്ട് വന്നല്ല, പിന്നെ ആ പരിശോധന നിനക്ക് തരുന്നതിന് മുമ്പ് തന്നെ, ആ പരിശോധന നിനക്ക് തരുന്നതോടുകൂടെ തന്നെ ആ പരിശോധനയെ സഹിപ്പാനുള്ള ദൈവകൃപയും കൂടെയാണ് അവൻ നിനക്ക് നൽകിയത്. ഇന്ന് രാവിലെ സമയം
ആ കൃപ അനുഭവിക്കുന്ന ദൈവമക്കളിനകത്തുണ്ടെങ്കിൽ അത് ലോകമനുഷ്യൻ നോക്കുമ്പോൾ എങ്ങനെയാണ് നീ ആ പരിശോധനയ്ക്കകത്ത് നിൽക്കുന്നത്, ലോകമനുഷ്യൻ നോക്കുമ്പോൾ നീ എങ്ങനെയാണ് അതിനകത്ത് പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പലർക്കും തോന്നിപ്പോവും. പക്ഷേ ഒരു കാര്യം വ്യക്തമായി പറയാം, അഗ്നിജ്വാല പോലെ, അത് തീ പോലെ, വെള്ളം പോലെ, നദി പോലെയുള്ള പരിശോധനകൾ വരുമ്പോൾ നീ അതിനകത്ത് തീർന്നു പോകാത്തത് അതിനെ സഹിപ്പാനുള്ള കൃപ എന്റെ ദൈവം അതിന്റെ കൂടെ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം ആ കൃപ നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ മറക്കരുത്. രണ്ടാമത്തെ അർത്ഥം സ്തോത്രം, അത് ഈ പരീക്ഷകളിൽ നിന്നുള്ള നീക്കുപോക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ സഹിപ്പാനുള്ള കൃപയും ദൈവം തരും, ആ പരീക്ഷകളിൽ നിന്നുള്ള നീക്കുപോക്കും ദൈവം നൽകും. ഇതാണ് പ്രോമിസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ദൈവം പരിശോധന മാത്രമല്ല, അതിനകത്ത് അവനൊരു പ്രോമിസ് തരുന്നു. എന്താ? സഹിപ്പാനുള്ള കൃപയും ഞാൻ നിനക്ക് നൽകും. 2, അതിനകത്തു നിന്നുള്ള നീക്കുപോക്കും നൽകിത്തരും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമായി അത് വിളിച്ചു പറയാം. പൗലോസ് അത് 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ വ്യക്തിപരമായി തന്റെ ജീവിതത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു. സ്തോത്രം. ഒരു പരിശോധന താൻ അനുഭവിക്കുകയായിരുന്നു. സ്തോത്രം. പൗലോസ് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീങ്ങിപ്പോകാൻ പ്രാർത്ഥിച്ചു. ദൈവം എന്താ പറഞ്ഞെന്നറിയോ? ആദ്യം ദൈവം കൊടുത്ത എന്താണെന്നറിയാമോ? സ്തോത്രം, സഹിപ്പാനുള്ള കൃപ. പൗലോസേ, ശൂലം നീക്കാമെന്നല്ല ദൈവം പറഞ്ഞത്. ശൂലം അവിടെ ഇരുന്നോട്ടെ. അതെ, പക്ഷേ ആ ശൂലത്തെ സഹിപ്പാനുള്ള, അതിനെ വഹിപ്പാനുള്ള കൃപ ഞാൻ ശക്തിയായി നിനക്ക് നൽകി തരാൻ പോകുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എന്റെ കൃപ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. സ്തോത്രം. ദൈവത്തിന്റെ കൃപ ദൈവം നിനക്ക് സഹിപ്പാൻ മാത്രം നൽകി തരുന്നതല്ല, ആ കൃപയാണ് ആ പരിശോധനയിൽ കൂടെയുള്ള നീക്കുപോക്ക് നൽകി തരുന്നതെങ്കിൽ ഇന്ന് രാവിലെ സമയം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ, ഇന്ന് രാവിലെ ഏതെങ്കിലുമൊക്കെ പരിശോധനകളിലൂടെ പോകുന്നവരുണ്ടായിരിക്കാം. സഭായോഗത്തിൽ പോയി പ്രസംഗം കേൾക്കുമ്പോൾ ഒരു എൻജോയ്മെന്റ് ഒക്കെ തോന്നിയാലും തിരിച്ചു വീട്ടിൽ വന്ന് കയറുമ്പോൾ പ്രശ്നങ്ങളിലേക്കാണ് കയറുന്നത്. സ്തോത്രം. ഫോൺ എടുക്കാൻ തന്നെ ചിലർക്ക് പേടിയാണ്. സ്തോത്രം. അത് ചില വിഷയങ്ങളുടെ നടുവിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എത്ര നീന്തിയിട്ടും വിടുതലില്ല. പ്രവചനങ്ങൾ പലതും നിവർത്തിക്കപ്പെടാതെ പോകുന്നു. പക്ഷേ ഇതിനകത്ത് ദൈവാത്മ പറയുന്നു, ഈ പരിശോധനകൾ സർവ്വസാധാരണമാണ്. ഈ പരിശോധനകൾ ദൈവത്താൽ അനുവദിക്കപ്പെട്ടതാണ്. ഈ പരിശോധനകൾ ദൈവം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. നിനക്ക് കഴിയാത്തത് ദൈവം തരികയല്ല, ദൈവം അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. അത് കൂടത്തില്ല, നിയന്ത്രിക്കുകയാ. സ്തോത്രം. ഈ പരിശോധനയ്ക്കകത്ത് അവൻ നിശ്ചയമായും സഹിപ്പാനുള്ള കൃപയും നീക്കുപോക്ക് നൽകത്തരം ദൈവമാണ്. ആകയാൽ നമുക്കൊരുമിച്ച് അതരം തുറന്നൊറ്റ വാക്കിൽ പറയാം, ദൈവം വിശ്വസ്തൻ. സ്തോത്രം. ദൈവം വിശ്വസ്തൻ. വാ തുറന്ന് 10 പ്രാവശ്യം പറ, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് ഞങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾക്കും അത് വാക്തത്വങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ചുറ്റും പലരും വീണു പോകുമ്പോൾ അത് നിൽക്കുന്നു എന്ന് തോന്നുന്ന ഞങ്ങൾ വീഴാതിരിപ്പാൻ ശ്രദ്ധിക്കുവാൻ ഞങ്ങൾക്ക് തന്ന മുന്നറിയിപ്പിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ജനതയെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് സംഭവിച്ച ആത്മീക പരാജയങ്ങൾ ഞങ്ങൾക്ക് വരാതിരിപ്പാൻ ബുദ്ധി ഉപദേശവും ദൃഷ്ടാന്തം നൽകി തന്നിട്ട് വീണു പോകാതിരിപ്പാൻ നോക്കിക്കൊള്ളുവാൻ ദൈവാത്മാവ് ഇന്ന് രാവിലെ ഇടപെട്ടതിനായി സ്തോത്രം. കർത്താവ്, ഒരു ഫാനിന്റെ സ്വിച്ച് ഓഫ് ആക്കിയാലും അതൊരല്പം കൂടെ കറങ്ങിയിട്ട് നിൽക്കുന്നത് പോലെ 2023 അങ്ങ് സ്വിച്ച് ഓഫ് ആക്കിയ പലരും 24 നിന്ന് പോയി. എന്നാൽ 25 ഞങ്ങൾ കയറുമ്പോൾ 24 ഞങ്ങളുടെ സ്വിച്ച് ഓഫ് ആക്കാതെ 25 ശക്തിയോടെ കറങ്ങുവാൻ പലർക്കും ആശ്വാസമായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പല ചോദ്യചിഹ്നങ്ങളായി എന്തുകൊണ്ട് എന്ന് ചോദിച്ച ചില വിഷയങ്ങൾക്ക് ഈ വചനത്തിലൂടെ ദൈവം മറുപടി നൽകിയതിനായി സ്തോത്രം. ഈ വചനത്താൽ ഇവരെ അനുഗ്രഹിക്കണമേ. ഇതവരുടെ ഉള്ളത്തിൽ കത്തട്ടെ, ചോദ്യചിഹ്നങ്ങൾ മാഞ്ഞു പോകട്ടെ. സകല മഹത്വം ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.